നമസ്കാരം. ജമ്മു കാശ്മീർ ഭീകരവാദത്തിൽ നിന്ന് ദേശീയതയിലേക്ക് മാറിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. എന്നാൽ നേരത്തെ സ്കൂളുകളിലടക്കം കൊടുത്തുകൊണ്ടിരുന്ന ചില പുസ്തകങ്ങൾ ഇപ്പോഴും സ്കൂൾ ലൈബ്രറികളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ദേശീയതയ്ക്ക് ഒപ്പം നിൽക്കുന്ന ചില സംഘടനകൾ തന്നെ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ജമ്മു പീപ്പിൾ ഫോറം എന്ന സംഘടനയാണ് ഇപ്പോൾ ഇതിനെതിരെ പരാതി നൽകിയതായിട്ട് അറിയുന്നത്. എന്തായാലും സർക്കാർ ഇതിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനും അവിടെ അനുവദിക്കുകയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ പുസ്തകം വായിച്ചിട്ടില്ല, എന്താണ് ഈ പുസ്തകത്തിലെ കണ്ടന്റ് എന്നതിനെക്കുറിച്ച് കൂടുതൽ നിരീക്ഷിച്ചു വരികയാണ്. എന്നാൽ ഈ പുസ്തകം സ്കൂളുകളിലേക്ക് എത്തിക്കാൻ കാരണമായ 8 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. ഒരു താത്കാലിക ജീവനക്കാരനെ എന്നേക്കുമായി ആ സ്കൂളുകളിൽ നിന്ന് പറഞ്ഞ് അയച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 463ഓളം പുസ്തകങ്ങളാണ് സ്കൂളുകളിലേക്ക് നൽകിയിരുന്നത്. അതിൽ 2 പുസ്തകങ്ങളാണ് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. സയ്യദ് അലി ഷാ ഗിലാനി, മസാരത്ത് ആലം, മിർവൈസ് ഉമർ ഫറൂഖ് തുടങ്ങിയ വിഘടനവാദി പ്രവർത്തകരെയും പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. 183ഓളം പുസ്തകങ്ങളാണ് പല ഇടങ്ങളിലായിട്ട് ഇപ്പോൾ കണ്ടെത്തുവാൻ കഴിഞ്ഞത്. ഇത് പല ജില്ലകളിലേക്കാണ്, ജമ്മു, റാംപൂർ, ഉധംപൂർ തുടങ്ങിയ ജില്ലകളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 128 പുസ്തകങ്ങൾ, മറ്റൊരു പുസ്തകമായി 2 പുസ്തകങ്ങളിൽ മറ്റൊരു പുസ്തകമായിട്ടുള്ള ഈ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന പുസ്തകം 128 പുസ്തകങ്ങളായിരുന്നു ജമ്മു, ബാരാമുള്ള സ്കൂളുകളിലേക്ക് കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നെല്ലാം ഈ പുസ്തകങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകങ്ങളെ നിരോധിക്കാനും സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ സമഗ്രമായ അന്വേഷണം തന്നെയാണ് കശ്മീരിൽ നടത്തി വരുന്നത്. POK പോലും ഇപ്പോൾ കശ്മീരിനെ കണ്ട് കശ്മീരിലേക്ക് വരണം, അതായത് പാക് അധീന കാശ്മീർ പോലും ജമ്മു കാശ്മീരിലേക്ക് ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ രീതിയിൽ ജമ്മു കാശ്മീർ പരിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അവിടുത്തെ ഭീകരവാദികളെല്ലാം കഴുത്തിൽ തൂക്കിയെടുത്ത് പുറത്ത് കളയുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും സർക്കാർ ചെയ്തു വരികയാണ്. എന്നാൽ ചില സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും കശ്മീർ മേഖലകളിൽ സജീവമാണ്. ഇവരെ കൂടി കണ്ടെത്തുവാനുള്ള തീവ്രമായ ശ്രമം തന്നെയാണ് സർക്കാർ നടത്തി വരുന്നത്. ഭീകരവാദികളെ ഒന്നൊന്നായി ഇവിടെ നിന്ന് തൂക്കി എറിയുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഡ്രഗ് കാർട്ടലുകൾക്കെതിരെ വളരെ ശക്തമായ നീക്കമാണ് നടത്തി വരുന്നത്. POKയിലൊക്കെ ഭീകരവാദികൾ അവിടെ കൃഷി ചെയ്യുന്ന മയക്കുമരുന്നുകൾ, അതിന്ന് അവർ ഉണ്ടാക്കിയെടുക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സുകൾ പോലുള്ള കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയും ജമ്മു കാശ്മീരിലെ പല മേഖലകളിലേക്കായി ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുകയും അവരുടെ മസ്തിഷ്കങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭീകരവാദികൾ നടത്തിയിരുന്നു. അതിനെതിരെ വളരെ ശക്തമായ നീക്കമാണ് ഇപ്പോൾ കാശ്മീർ മേഖലകളിൽ നടക്കുന്നത്. ഇങ്ങനെ കാശ്മീരിനെ അടിമുടി ശുദ്ധീകരിക്കുന്ന നീക്കങ്ങളൊക്കെയും നടത്തി വരികയാണ്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു രീതിയിലും അവിടെ അവസരം കൊടുക്കില്ല. പഴുതടച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ജമ്മു കാശ്മീരിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കോപ്പികൾ കശ്മീരിൻ്റെ സ്കൂളുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം അതിനെ നീക്കം ചെയ്യുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് ഈ വിഘടനവാദികളെ വിഘടനവാദികളോട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സമീപനങ്ങൾ പോലും സ്വീകരിച്ചിട്ടുള്ള ആളാണ് ഫറൂഖ് അബ്ദുള്ളയെ പോലുള്ള നേതാക്കന്മാർ. എന്നാൽ ഇന്ന് അവർക്ക് പോലും അതിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ കഴിഞ്ഞു. 370 പിൻവലിച്ചപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കന്മാർ, ഇന്ത്യ മുന്നണി ഇതിനെതിരെ വലിയ ശക്തമായ രീതിയിലാണ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. ഇത് ഭീകരവാദത്തെ വലിയ രീതിയിൽ വ്യാപിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളാണ് നടത്തിയത്. എങ്കിൽ ഇന്ന് അവിടുന്ന് ഭീകരവാദികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുവാനായിട്ട് 370 പിൻവലിച്ചതോടുകൂടി സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 370 പിൻവലിച്ചതോടുകൂടി ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങുകൾ അവസാനിച്ചു. അവർ ഒറ്റപ്പെടുത്താൻ കഴിഞ്ഞു, ഐസൊലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ 70 വർഷക്കാലത്തോളം കശ്മീരിനെ ഈ വിഘടനവാദികളായിരുന്നു ഭരിച്ചിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടായിരുന്നു സർക്കാർ കൊടുത്തിരുന്ന ഫണ്ടുകൾ അധികവും ഉപയോഗിച്ചത് എന്നതാണ് മറ്റൊരു വസ്തുത. അതോടൊപ്പം തന്നെ അവിടുത്തെ ചില കുടുംബങ്ങൾ ഇത് പങ്കിട്ടെടുക്കുകയായിരുന്നു. എന്നാൽ അവിടുത്തെ സാധാരണ മനുഷ്യരിലേക്ക് ഈ ഫണ്ടുകളൊന്നും എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിൽ. എന്നാൽ ഇന്ന് അതല്ല അവിടുത്തെ അവസ്ഥ. കശ്മീരിലെ എല്ലാ മേഖലയിലേക്കും സാധാരണക്കാരന് എന്താണോ ആവശ്യം, ആ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സന്നദ്ധമായിരിക്കുന്നു ഇന്ന് കേന്ദ്രം എന്നുള്ളതാണ്. അതിലൂടെ അവരുടെ ജീവിതം മെച്ചപ്പെടാൻ കഴിഞ്ഞു. ജീവിതം മെച്ചപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഭീകരവാദികൾക്ക് കല്ലെറിയാൻ അവിടുത്തെ സാധാരണക്കാരനെ കിട്ടാത്ത അവസ്ഥയാണ് ഇന്ന് കശ്മീരിലുള്ളത്. അവരെല്ലാവരും തന്നെ തൊഴിലെടുക്കാൻ തുടങ്ങി. സ്മാർട്ട് സിറ്റികൾ സ്ഥാപിക്കപ്പെട്ടു ജമ്മു കാശ്മീരിൻ്റെ പല ഭാഗങ്ങളിലും. അവിടേക്ക് പണ്ഡിറ്റുകൾക്ക് തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ ജമ്മു കാശ്മീർ മാറ്റപ്പെട്ടു കഴിഞ്ഞു. POK ഇത് കണ്ടിട്ട് കൂടിയാണ്
ഭാരതത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നത് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇനി പാകിസ്ഥാൻ്റെ ഭാഗമല്ല, ഇനി ഞങ്ങൾ കാശ്മീരിൻ്റെ ഭാഗമാണ്, ജമ്മു കാശ്മീരിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകണം, ഞങ്ങളുടെ എല്ലാം ജീവിതവും ജീവനും ഒക്കെ അവിടെയാണ്, ഞങ്ങളുടെ പകുതി അവിടെയാണ് എന്ന് ഇതിനോടകം തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയും ഞങ്ങൾക്ക് ഈ ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് ഈ ഭീകരവാദി സർക്കാരിൻ്റെ കീഴിൽ കഴിയേണ്ട ആവശ്യമില്ല എന്ന് POKയ്ക്ക് പോലും പ്രഖ്യാപിക്കേണ്ടി വന്നു. എന്തായാലും കശ്മീർ ഒരു പുതിയ മാറ്റത്തിൻ്റെ പാതയിൽ തന്നെയാണ്. അവിടെയുള്ള ഭീകരവാദത്തിൻ്റെ ഓരോ തുമ്പും തുരുമ്പും പോലും കണ്ടെടുക്കപ്പെട്ട് അത് നശിപ്പിച്ച് കളയേണ്ട തീവ്ര യജ്ഞത്തിലാണ് ജമ്മു കാശ്മീരിലെ നിവാസികളും അവിടുത്തെ സർക്കാരും.